ഓക്കെ, സ്ട്രഗിളൊക്കെ ഉണ്ടാവും, അതിനെല്ലാം ഓവർകം ചെയ്യുക. ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ അഞ്ജലി അച്ചൂട്ടി. സോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല, അതിനോ ഇഷ്ടപ്പെടുന്നവർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ. പിന്നെ എൻ്റെ ഒരു ജേർണി, ഞാൻ എങ്ങനെ ഇതിലോട്ട് വന്നത്, ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആട്ടോ ഇതിങ്ങനെ ചെയ്യാൻ തന്നെ കാരണം, നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നതാ, ചേച്ചി കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ കണ്ടന്റ് കിട്ടുന്നത്, ചേച്ചി എങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, ചേച്ചി ഫോൺ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ ഏതാ, എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ കമൻസിൽ വരാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ പോലെ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ഒട്ടും ലാഗടിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, അതായത് റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് വെച്ചോ, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് തന്നെ, ഇപ്പോൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചോ, അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചോ. അങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങോട്ട് പോയി ആൾക്കാരോട് പറയാതിരിക്കുക. ഒന്ന്, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക, എൻ്റെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്ന് അവരോട് അങ്ങോട്ട് പറയാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ റിലേറ്റീവ്സിനോട്, ഫ്രണ്ട്സിനോടും. ഇങ്ങനെ പറയാനുള്ള റീസൺ വേറൊന്നുമല്ല, ഇപ്പം നമ്മൾ അങ്ങനെ പറയാമെന്ന് വിചാരിച്ചു, അവരോട് പറയുക നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ്, അവരെപ്പോഴും നമ്മൾ വീഡിയോസ് ഇടുമ്പം എപ്പോഴും അവർ കയറി നമ്മുടെ വീഡിയോ കാണണമെന്നില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റയിലായപ്പോഴും നമ്മുടെ റീൽ എപ്പോഴും കയറി കാണണമെന്നില്ല. അവർ ജസ്റ്റ് മേ ബി അവർ നമ്മുടെ റീൽസ് പോലും കാണുന്നുണ്ടാകത്തില്ല, നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രം അവർ കയറി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെ അങ്ങ് പോകുന്നവരായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടും പറയാതിരിക്കുക. അതായത് ഞാൻ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, അങ്ങനെ ഒന്നും പറയാതിരിക്കുക. അതിനെ എൻ്റെ വഴിക്ക് വിടുക. നിങ്ങൾ നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുക. ഇപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ അത് ചെയ്യുക. അല്ലാതെ എല്ലാ നാട്ടുകാരോട് മൊത്തം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെ ഒന്നും പറയണ്ട. അതൊക്കെ വരുന്ന, അതായത് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് അതെല്ലാം വന്നോളും. കുറച്ച് കാലതാമസം എടുത്തിട്ടായാലും അത് വന്നോളും. കാരണം നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് മാത്രം, അങ്ങനെയുള്ളവരെ കൊണ്ട് മാത്രമേ നമുക്ക് ഗുണമുള്ളൂ. അങ്ങനെയുള്ളവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവർ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് അവർ നമ്മുടെ കൂടെ കൂടിയവരാണ്. അവരൊരിക്കലും നമ്മളെ വിട്ടിട്ട് പോകത്തില്ല. അവർ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കൂടെ കൂടിയവരായതുകൊണ്ട് അവർ നമ്മളെ ഇട്ടിട്ട് പോകില്ല. നേരെ മറിച്ച് നമ്മൾ ഇപ്പം ആൾക്കാരോട് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ അവർ നമ്മുടെ വീഡിയോ കയറി കാണുമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതാ, എല്ലാവരോടും പോയി പറഞ്ഞ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് വേണ്ടാന്ന് വയ്ക്കുക. ഓക്കെ, അത് ആദ്യത്തെ കാര്യം. പിന്നെ ഞാനങ്ങൊരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുള്ള കാര്യം. എൻ്റെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ ഞാനിങ്ങനെ, ഫാമിലിയോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ കുറച്ച് കൂട്ടിയതായിരുന്നു. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 10-20 പേരേ ഉള്ളൂ, അത്ര അതിനപ്പുറമൊന്നുമില്ല. പക്ഷേ ആ 20 സബ്സ്ക്രൈബേഴ്സിന് 20 ലൈക്ക് പോലും എനിക്ക് ആദ്യത്തെ വീഡിയോയ്ക്ക് കിട്ടിയിട്ടില്ല. സത്യമായിട്ട് പറയാലോ, ആ 20 ലൈക്ക് പോലും എനിക്ക് എൻ്റെ ആദ്യത്തെ വീഡിയോന്ന് കിട്ടിയിട്ടില്ല. പിന്നെ കിട്ടിയ ലൈക്കും ചുമ്മാ അവരെയും ലൈക്ക് ചെയ്തിടുക, കമൻറ്റ് ചെയ്തിടുക. പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ കൂടെ കൂടുന്നവരെ, അങ്ങനെയുള്ളവരെ കൊണ്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ മണ്ടത്തരം കാണിക്കായിരിക്കും. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, റീൽസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഒരിക്കലും നാണം എന്ന് പറയുന്നൊരു സാധനം കീപ്പ് ചെയ്യരുത്. പ്രത്യേകിച്ച് എനിക്ക് അഭിനയിക്കാൻ മടിയാ, ഇന്നാൾ നിൽക്കുന്നത്, അങ്ങനൊരു ഇത് ഉണ്ടാവാനേ പാടില്ല. അങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. അത് ഈ ഒരു ഫീൽഡിൽ നമുക്ക് ഒട്ടും പറ്റിയ കാര്യമല്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇതാക്കുക. എത്ര വലിയ ഇതാന്ന് പറഞ്ഞാലും, മീൻസ് എത്ര വലിയ ക്രൗഡിലാന്ന് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യേണ്ടി തന്നെ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് റീല് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യേണ്ടി തന്നെ വരും. അതുകൊണ്ട് അതിനെല്ലാം ഓവർകം ചെയ്യേണ്ടതായതുകൊണ്ട് അതിന് വേണ്ടിയിട്ടൊക്കെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം ഈ ഒരു ഇത് നിങ്ങൾക്ക് തുടങ്ങാനാണെങ്കിൽ അത് തുടങ്ങാം. ഓക്കെ, അത് രണ്ടാമത്തെ കാര്യം, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ മൂന്നാമത് എനിക്ക് പറയാനുള്ളത് കൺസിസ്റ്റൻസി. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ആ സാധനം ഇല്ലെങ്കിൽ പിന്നെ ഒരു പ്രയോജനവും ഇല്ലെന്നുള്ളതാണ്. കൺസിസ്റ്റൻസി അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പല ക്രിയേറ്റേഴ്സും ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്നറിയോ, ഇപ്പം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിട്ട് ഒരു തട്ടിയോ മുട്ടിയോ 1 മാസം വീഡിയോ ചെയ്യും, പിന്നെ ഓക്കെ രക്ഷയില്ല എന്ന് കണ്ടിട്ട് പകുതി വഴിക്ക് ഇട്ടിട്ട് പോകുന്ന പരിപാടി. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്നതിന് റിസൾട്ട് ഇച്ചിരി താമസം എടുത്തിട്ടായാലും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നല്ല കണ്ടന്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങൊരു ഇതിനകത്ത് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലാതെ പകുതി വഴിക്കില്ല, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല, വ്യൂസ് കിട്ടുന്നില്ല, ലൈക്ക് ഇല്ല, അല്ലെ ഫോളോവേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പകുതി വഴിക്ക് നിങ്ങൾ ഇട്ടിട്ട് പോകരുത്. കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഓക്കെ, കാരണം
ഒരു ടൈമിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഉള്ളത് പറയാലോ. ഒരു സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, അന്ന് എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് എനിക്കിത് ഇട്ടിട്ട് പോകൂടാ, വീണ്ടും പഠിത്തത്തിലോട്ടും തിരിഞ്ഞാലെന്താ, അതായത് ഇനി അല്ല ഡിഗ്രി കഴിഞ്ഞ് വേറെ എന്തെങ്കിലും പഠിച്ചിട്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞതാ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ പോയാൽ എന്താണെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പിന്നെയും ഞാൻ വിചാരിച്ചു വേണ്ട, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും കുറേ നാളുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ നിർത്തിയേക്കുന്ന ഒരാഗ്രഹമാണ്, എനിക്കത് കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് എത്ര ഇതായാലും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു, ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തു, ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കിട്ടുന്ന സമയത്ത് ഞാൻ എന്തായാലും ഞാൻ വീഡിയോ, അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യും, മാക്സിമം മിക്ക ദിവസങ്ങളിലും ഞാൻ അപ്ലോഡ് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഡെയിലി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ഇത് വെക്കുക. അല്ലാതെ തിങ്കളാഴ്ച ഇപ്പിട്ടെങ്കിൽ ചൊവ്വാഴ്ച വേണ്ട ഇടണ്ട, ബുധനാഴ്ച ഇടാം, ഒരു ദിവസം ഇടവിട്ടിടുന്നെങ്കിൽ ആ ഇടവിട്ടിടുന്ന ദിവസം നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ ചെയ്യുക. അല്ലാതെ വല്ലപ്പോഴും വന്ന് എന്തെങ്കിലും നമ്മളൊന്ന് കാണിച്ച് അപ്ലോഡ് ചെയ്തിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് കൺസിസ്റ്റൻസി അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ എപ്പോഴൊക്കെയാണോ വീഡിയോ ഇടുന്നത്, ഏത് ടൈമിനാണോ വീഡിയോ ഇടുന്നത്, കറക്റ്റ് സമയത്ത് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നോ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഭാഗത്തു നിന്നോ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട, അത് കിട്ടത്തില്ല. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് വേറെ ആരുമല്ല, നമ്മൾ തന്നെ. നമുക്ക് നമ്മളിലൊരു വിശ്വാസം വേണം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കൊണ്ട് ഇത് പറ്റും എന്നൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സക്സസ് ആവും. അല്ലാതെ നമ്മുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നോ അല്ല നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഭാഗത്തു നിന്നോ ഉള്ള സപ്പോർട്ട് കിട്ടിയിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഉള്ളത് പറയാലോ, ഒന്നും നടക്കില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളിലുള്ള സെൽഫ് കോൺഫിഡൻസ് ഒരിക്കലും കളയാതിരിക്കുക. എന്നെക്കൊണ്ട് പറ്റും, ഓക്കെ നമ്മൾ ഡൗൺ ആവും, എല്ലാം ചെയ്യും, അപ്പോഴെല്ലാം നമ്മളെ തന്നെ ഇതാക്കി ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റും എന്ന് നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ടൈമിൽ എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളെല്ലാം വരും. പിന്നെ അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചോ, അല്ലെ ഞാൻ ബെറ്റ് വയ്ക്കുക, നിങ്ങൾ സക്സസ് ആയെന്ന് വെച്ചോ, അല്ലെ നിങ്ങൾ ഒരുവിധം നിങ്ങളുടെ ചാനൽ അല്ലെ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇതാക്കിക്കൊണ്ട് വന്നെന്ന് വിചാരിച്ചു, നിങ്ങളെ കളിയാക്കിയവർ നിങ്ങളെപ്പോലെ റീല് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അല്ലെ നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ എന്തൊക്കെ കാണും. അല്ലെ ഇപ്പം സപ്പോസ് നിങ്ങളുടെ റീൽസിനൊന്നും അവർ ലൈക്ക് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ പോലും അറിയുന്നത് നിങ്ങളുടെ റീല്, നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങളുടെ ചാനലെല്ലാം കയറി അവർ നോക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നവരെ കുറിച്ച് ആലോചിക്കേ വേണ്ട, അങ്ങനെയുള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ. സോ അങ്ങനെയുള്ളവരെ കരുതി അങ്ങനെയൊക്കെ മടിച്ച് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ അല്ലെ അത് വേണ്ട എന്ന് കരുതി നിൽക്കുന്നവരാണെങ്കിൽ ഒന്നും വേണ്ട, നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി. ഓക്കെ. പിന്നെ പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. ഇതിൽ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യം, അത് ഞാൻ ഓപ്പൺ ആയിട്ടാണ് പറയാം. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യം, ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത്. എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയതും എല്ലാം ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മുടെ പേരൻസിൻ്റെ കൂടെ പോകാമെന്ന് വെച്ചോ, അപ്പം നമ്മുടെ പേരൻസിനോട് ആരെങ്കിലും വന്ന് ചോദിച്ചു മോളിപ്പോൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ അവർക്കൊന്നും തിരിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പം സപ്പോസ് ഇപ്പോൾ പറഞ്ഞെന്ന് വിചാരിച്ചു, അവളിപ്പോൾ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും കുത്തുവാക്കുകൾ, ഇത്രയും പഠിച്ച് കൊച്ചി ഇപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നടക്കുകയാണോ, അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കുകയാണോ എന്ന് പറഞ്ഞ് നമ്മുടെ പേരൻസിന് അവിടെ ഉത്തരം മുട്ടുന്ന കാണുമ്പോൾ എത്രയായാലും നമുക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാവും. അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം, അത് വേറൊരു കാര്യം. അതെല്ലാം ഇങ്ങനെ മനസ്സിൽ വെച്ചേക്കണം, അത് വേറെ സത്യം. ഓക്കെ. അപ്പം അത് എത്രയായാലും നമ്മൾ അവരെ അങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിനൊരു വിഷമം ഉണ്ടാവും. പക്ഷേ എന്നാൽ നമുക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ടേയും കാര്യമില്ല. എല്ലാവരും നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ, നമ്മുടെ ലൈഫ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ പേരൻസിന് പറയാനൊരു ആൻസർ ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു ചെറിയൊരു വിഷമം പോലെ നമുക്ക് തോന്നാറുണ്ട്. ഞാൻ ഉള്ളത് പറയാലോ, എനിക്ക് വിഷമമായിട്ട് തോന്നിയത് വേറൊന്നുമല്ല. ഇങ്ങനെ എൻ്റെ പേരൻസിനോട് ചോദിക്കാറുണ്ട് മോളിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ തോന്നുന്നു പറയും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അവളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇങ്ങനെ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വരെ പുച്ഛൻ രീതിയിൽ പറയാറുണ്ട്, ഇതാണോ ഇത്രയും വരെ അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇതാണോ ചെയ്യുന്നത്. പിന്നെ ഞാൻ അവരെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കാറില്ല, എന്താണ് സംഭവം അല്ലെ എങ്ങനെയാണ് സംഭവം, ഞാൻ ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കാറില്ല. കാരണം കാര്യമൊന്നും ഇല്ല, നമ്മൾ പറഞ്ഞാലും മനസ്സിലാവത്തുമില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കത്തുമില്ല. അപ്പം അതെല്ലാം ഫേസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് വേണം മാത്രം നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ. അത് ഒരു നെഗറ്റീവ് സൈഡൊന്നും പറയാൻ പറ്റത്തില്ല, അതൊക്കെ ഇതിനകത്തുള്ള കാര്യമാണ്. പിന്നെ ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ ഈ ഒരു ഇതിലോട്ട് വന്നിട്ട് ഞാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, എൻ്റെ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരുടെ ഭാഗത്തുനിന്നെല്ലാം എനിക്ക് കിട്ടേണ്ട സപ്പോർട്ട് എല്ലാം കിട്ടുന്നുണ്ട്. എന്നാലും ചില സമയത്ത് ചില ആൾക്കാർ എൻ്റെ പേരൻസിനെ ടാർഗറ്റ് ചെയ്യാറുണ്ട്. മോളൊന്നും ചെയ്യുന്നില്ല, മോൾ അങ്ങനെ ഇരിക്കുക, എന്തിനാ അവളെ അങ്ങനെ ഇരുത്തിയേക്കുന്നത്, അവൾക്ക് അത് ചെയ്ത് നമുക്കറിയാമല്ലോ. അപ്പം
അവരോട് അങ്ങനെ പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു വിഷമം. ഞാൻ തിരിച്ച് നല്ല മറുപടിയും കൊടുക്കാറുണ്ട്, കാര്യമൊക്കെ ശരിയാണ്. ഞാൻ ഇനി ലൈഫിൽ ഒരുപാട് സഞ്ചരിക്കാനുണ്ട്, ഒരുപാട് സക്സസ് ആവാനും, എൻ്റെ ഡ്രീമിൻ്റെ പകുതി പോലും ഞാൻ ഇതുവരെ അച്ചീവ് ചെയ്തിട്ടില്ല. പക്ഷെ അതിനുവേണ്ടി എല്ലാം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ കുറേ ഫാമിലിയിൽ പെട്ടവരും റിലേഷൻഷിപ്പിൽ ഇങ്ങനെ കുറേ നമ്മുടെ എന്താ പറയുക ഫാമിലിയിലുള്ളവരും ഫ്രണ്ട് സർക്കിളിലുള്ളവരും എല്ലാം നമ്മളെ കുത്താൻ കാണും. അപ്പം അവരെല്ലാം നേരിടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തയ്യാറായിരിക്കണം. പിന്നെ നല്ല ബോൾഡായിരിക്കണം നമ്മൾ. എത്രയൊക്കെ നമ്മൾ വീക്കാന്ന് പറഞ്ഞാലും നമ്മൾ ഇതിലോട്ട് വരുമ്പോൾ നമ്മൾ നല്ല ബോൾഡായിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. ഉള്ളത് പറയാലോ, നമ്മളൊന്ന് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായാലും നമുക്ക് വേണ്ട എന്ത് നമ്മളെ കൊണ്ട് പറ്റും എന്ന് കരുതി നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് സെൽഫ് കോൺഫിഡൻസ് ഒരിക്കലും കളയാതെ മുന്നോട്ട് തന്നെ പോവുക. പിന്നെ വേറൊരു കാര്യം, റീച്ച് ഡിക്രീസ് ആവുന്നത് കരുതി മാറിയിരുന്ന് മോങ്ങാൻ വേണ്ടി നിൽക്കരുത്. കാരണം എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല. ചില സമയത്ത് നമ്മുടെ വീഡിയോയ്ക്ക് ഭയങ്കര റീച്ച് ആയിരിക്കും, ചില സമയത്ത് നമ്മുടെ വീഡിയോയുടെ റീച്ച് നേരെ താഴോട്ട് വരും എന്ന് പറഞ്ഞ് മാറിയിരുന്ന് മോങ്ങാൻ നിൽക്കരുത്. ഈ പരിപാടി ഇവിടെ വെച്ച് പകുതി വഴിക്ക് ഇട്ടിട്ടും പോകരുത്, കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയേണ്ടത്, ഇപ്പം ഈ ഒരു ഫീൽഡ് എന്നല്ല, നിങ്ങൾ വേറെ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏതൊരു ഇത് ചൂസ് ചെയ്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അതായത് നിങ്ങൾക്ക് സന്തോഷം തരുന്നത് എന്താണോ അത് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. ഉള്ളത് പറയാലോ, അത് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. അറ്റ് ദി എൻഡ് ഓഫ് യുവർ ലൈഫ് അതേ നിങ്ങൾക്ക് കാണത്തുള്ളൂ. ഈ പറഞ്ഞാൽ അതിട്, ഇത് പടി, മറ്റേത് പടി, മറിച്ചത് പടി എന്ന് പറഞ്ഞവരാരും കാണത്തില്ല. മോങ്ങിക്കൊണ്ടിരുന്ന് ഇഷ്ടമല്ലാത്ത ഫീൽഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോങ്ങിക്കൊണ്ട് കഷ്ടപ്പെട്ട് അതിരുന്ന് ചെയ്യാൻ നിങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിലോട്ട് കുറേയൊക്കെ സ്ട്രെസ്സും കാര്യങ്ങളും എന്തുകൊണ്ട് നിങ്ങൾ പോയെന്ന് പറഞ്ഞാലും അവസാനം ഉള്ളത് പറയാലോ, നിങ്ങൾ ഹാപ്പി ആയിരിക്കും. അവസാനം ഉറപ്പായിട്ട് നിങ്ങൾ ഹാപ്പി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ ഒരു ഫീൽഡിലോട്ട് തിരിയുക. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് മോളെ അത് പടി, ഇത് പടി, മറ്റേത് പടി, മറിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അങ്ങനെ തിരിയാതെ നിങ്ങളുടെ ഇഷ്ടം നോക്കി നിങ്ങൾ പോവുക. ഓക്കെ, പിന്നെ ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് മൂവ് ചെയ്തിട്ടുള്ളത്. കാര്യം എനിക്കിപ്പം ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ തന്നെ 10 കഴിഞ്ഞ് എനിക്ക് +1 ബയോളജി സയൻസ് എടുക്കണമെന്നായിരുന്നു. അതെടുത്ത് ഞാൻ അങ്ങനെ പഠിച്ചു. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് എനിക്ക് ബോട്ടണി എടുക്കണമെന്നായിരുന്നു. എനിക്ക് +2 കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഇത് തുടങ്ങണമെന്നുണ്ടായിരുന്നു അന്ന്. പക്ഷേ എനിക്ക് അതിനുള്ളൊരു ഇതായിട്ടില്ല. എനിക്കത് ഉറപ്പായിരുന്നു. കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ഇന്നൊരു സബ്ജക്റ്റിൽ എനിക്ക് ഡിഗ്രി വേണം, അല്ലെ എനിക്ക് ബോട്ടണി പഠിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ എന്തായാലും തീരുമാനിച്ച കാര്യമായിരുന്നു, എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഈ ഒരു ഫീൽഡിലോട്ട് തന്നെ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിൽ കാര്യം പറഞ്ഞു, എനിക്കിതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനാണ് ഇഷ്ടം, ഇതാണ് എൻ്റെ ഡ്രീം എന്നൊക്കെ ഞാൻ എൻ്റെ വീട്ടുകാരോട് ഇന്നതാണ് കാര്യങ്ങളെന്ന് പറഞ്ഞ് വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി. ആൻഡ് അവർക്ക് എൻ്റെ ഇഷ്ടം എന്താണോ അതാണ് അവരുടെ ഇഷ്ടം. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയായിരുന്നു. എൻ്റെ പേരൻസ് എന്തിതാണെങ്കിലും എനിക്ക് എന്തിഷ്ടമാണെങ്കിലും അവരെന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന പേരൻസിനെ ആയിട്ടും എനിക്ക് കിട്ടിയത്. എൻ്റെ അച്ഛനായാലും അമ്മയായാലും അവർ ഫുള്ള് എനിക്ക് സപ്പോർട്ടായിരുന്നു. ആൻഡ് ഇപ്പം ഞാൻ എൻ്റെ ഡ്രീമിനെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം നിങ്ങൾ ആ ഒരു ഇതിലോട്ട് തന്നെ പോവുക. ഓക്കെ, സ്ട്രഗിളൊക്കെ ഉണ്ടാവും, അതിനെല്ലാം ഓവർകം ചെയ്യുക. പിന്നെ സെൽഫ് കോൺഫിഡൻസ് അതൊരിക്കലും ഇല്ലാതാക്കി കളയരുത്. എനിക്ക് ഉറപ്പാണ് നിങ്ങളെ കൊണ്ട് എല്ലാവരെയും കൊണ്ടും പറ്റുന്ന കാര്യം തന്നെ. അതുകൊണ്ട് ഏത് ഫീൽഡിലോട്ട് പോയാലും നിങ്ങളെല്ലാവരും സക്സസ് ആവും. ഓക്കെ, പിന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു ലോങ് വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ ഉടനെ തന്നെ വരും. അപ്പം എല്ലാവർക്കും ബൈ ബൈ.